അറിവുകൾ 3 തരത്തിലുണ്ട്. കേട്ടറിവ്, ചിന്തിച്ച അറിവ്, അനുഭവിച്ച അറിവ്. ഉദാഹരണമായിട്ട് മുക്തി മോക്ഷം ഉണ്ട് എന്ന് നമുക്ക് അറിവ് കിട്ടി. അതിൽ ഇന്ന രീതിയിൽ സഞ്ചരിക്കണം എന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടു, അതേപോലെ തന്നെ പുസ്തകം വായിച്ചിട്ടറിഞ്ഞു. പക്ഷേ ഈ അറിവിനെ നമ്മൾ കേട്ട അറിവ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം നമ്മൾക്ക് മുക്തി ലഭിക്കില്ല. രണ്ടാമത്തെ അറിവ് ചിന്തിച്ചിട്ടുള്ള അറിവ്. അതായത് ഈ കേട്ട കാര്യങ്ങളെ നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നു. ചിന്തിച്ചതിന് ശേഷം അതിനെ അനാലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ വിചാരിക്കുന്നു ശരിയാണ്, ഈ മാർഗം ശരിയാണ്, ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുക്തി മോക്ഷം ലഭിക്കും എന്ന് നമ്മൾ അറിയുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ അറിവ് കൊണ്ടും നമ്മൾക്ക് മുക്തി ലഭിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ അറിവ്, ഈ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ച് സ്വയം ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളെ, ചിന്തിച്ച ആ കാര്യങ്ങളെ സ്വന്തം അനുഭവത്തിൽ വരുത്തി നമ്മൾ മനസ്സിലാക്കി. മുക്തി മോക്ഷം എന്താണ് എന്ന് സ്വന്തം അനുഭവത്തിൽ വന്നു. ഈ അറിവാണ് നമ്മൾക്ക് എപ്പോഴും മുക്തി തരുന്നത്. അല്ലാതെ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള അറിവ്, നമ്മൾ അതുമാത്രം പഠിച്ചുകൊണ്ട് എനിക്ക് മുക്തി ലഭിക്കും, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മുക്തി ലഭിക്കും എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിക്കുക. അതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ യാത്രാവിവരണം വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കില്ല. ആ സ്ഥലത്തിനെ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സ്ഥലത്തെത്താൻ സാധിക്കില്ല. ആ സ്ഥലത്തേക്ക് നിങ്ങൾ സ്വയം യാത്ര ചെയ്ത് ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ സ്ഥലത്ത് എത്തി എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ 3 അറിവുകൾ. കേട്ട അറിവ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മുക്തി ലഭിക്കില്ല. ചിന്തിച്ച അറിവ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മുക്തി ലഭിച്ചില്ല. അനുഭവിച്ച അറിവ്, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതാണ്. ഇതേപോലെ കൂടുതൽ വീഡിയോകൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക.